സൺഡേ സലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. ഇന്ന് ഇസ്രായേൽ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ശക്തിയായി വളർന്നതിൽ അറബ് രാജ്യങ്ങൾക്കും ഇറാനും ഒരു വലിയ പങ്കുണ്ട് എന്നുള്ള സത്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വാസ്തവത്തിൽ ഈ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള അടിസ്ഥാന പ്രശ്നം എന്താണ്, അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന രാജ്യത്തെ സംബന്ധിച്ചുള്ള അടിസ്ഥാന പ്രശ്നം എന്താണ്? 1948 ഈ രാജ്യം രൂപീകൃതമായത് മുതൽ, ഒരുപക്ഷെ അതിനു മുൻപ് തന്നെ എന്തുകൊണ്ട് ആ പ്രദേശത്ത് കലഹങ്ങൾ നിലനിൽക്കുന്നു? ഇതിനെ സംബന്ധിച്ച് വളരെ ഫാസ്റ്റായി ചെയ്യുന്ന ഒരു അനാലിസിസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. വാസ്തവത്തിൽ കാനാൻ ദേശം എന്ന് പറയുന്ന ഈ ഇസ്രായേൽ പ്രദേശം ദൈവം തങ്ങൾക്ക് നൽകിയതാണ് എന്നാണ് ജൂതന്മാർ വിശ്വസിക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥമായ ബൈബിൾ അതിന് സാക്ഷ്യം വഹിക്കുന്നു. ഇറാഖിന്റെ ഒരു റിമോട്ട് ദേശത്ത് വസിച്ചിരുന്ന അബ്രഹാം എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ദൈവം വിളിച്ചുകൊണ്ടുപോയി കാനാൻ ദേശം അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ പിൻതലമുറകൾക്കുമായി നൽകി എന്നാണ് ബൈബിൾ പറഞ്ഞു വെക്കുന്നത്. ആ ഒരു ബോധ്യത്തിൽ നിന്ന് ഓരോ ജൂതന്റെയും ഉള്ളിലുള്ള അടിയുറച്ച വിശ്വാസമാണ് ഇസ്രായേൽ എന്ന് പറയുന്ന പ്രദേശം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഇസ്രായേൽ രാജ്യവും ഇപ്പോഴത്തെ വെസ്റ്റ് ബാങ്കും ഗാസായും ഗോലാൻ കുന്നുകളും ഇപ്പോൾ ജോർദാനുള്ള കുറച്ച് പ്രദേശങ്ങളും ഒക്കെ ചേർന്ന ആ സ്ഥലം, അതിനാണ് വിശാല ഇസ്രായേൽ എന്ന് പറയുന്നത്. ആ സ്ഥലം തങ്ങൾക്ക് ദൈവം നൽകിയതാണ്. അതുകൊണ്ട് ആർക്കും ചോദ്യം ചെയ്യാനാവാത്ത ഒരു കാര്യമാണ് അതെന്നുള്ളതാണ് അവരുടെ വിശ്വാസം. ആ വിശ്വാസത്തിൽ നിന്നാണ് അവര് ഇസ്രായേലിന് വേണ്ടി പൊരുതുന്നത്. നേരെ മറിച്ച് അറബ് രാജ്യങ്ങളെ സംബന്ധിച്ച് തങ്ങളുടെ പ്രിയപ്പെട്ട പ്രവാചകനെ ഇറച്ചിയിൽ വിഷം ചേർത്ത് കൊന്ന ഒരു സ്ത്രീയുടെ സമൂഹം എന്ന നിലയിൽ ഇസ്രായേൽ സമൂഹം ഭൂമിയിൽ നിന്ന് ഉന്മൂലനം ചെയ്യപ്പെടേണ്ടതാണ് എന്ന് അവരുടെ ഗ്രന്ഥങ്ങളിലും ചില സ്ഥലങ്ങളിൽ ഇത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ ഇത് സാധാരണ ഒരു മുസൽമാനെ സംബന്ധിച്ച് അറിയുന്ന ഒരു കാര്യമല്ല. ഇത് ഏതോ മതഗ്രന്ഥങ്ങളിൽ ഏതോ ഭാഗത്ത് എഴുതി വെച്ച ഒരു കാര്യം അവര് അത് വലിയ കാര്യമായി വാസ്തവത്തിൽ എടുത്തിരുന്നില്ല. അല്ലെങ്കിൽ 1928 മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഈജിപ്തിൽ രൂപപ്പെടുന്നത് വരെ ഈ പറയുന്ന ഇസ്രായേൽക്കാരെ ഉന്മൂലനം ചെയ്യണം എന്ന ഒരു ആശയം ലോകത്തിൽ ഒരു മുസ്ലിങ്ങളുടെ ഇടയിലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ പ്രദേശത്തേക്ക് ജൂതന്മാർക്ക് കുടിയേറുവാനും അവിടെ സ്ഥലം വാങ്ങി എസ്റ്റാബ്ലിഷ് ചെയ്യാനും സാധിച്ചത്. കാരണം അവിടെയുള്ള സാധാരണ മുസ്ലിങ്ങൾക്കൊന്നും ഇങ്ങനെ ഒരു കാര്യം, ജൂതന്മാർ നമ്മുടെ ശത്രുക്കളാണ്, അവരെ ഒരു കാരണവശാൽ അടുപ്പിക്കരുത്, അങ്ങനത്തെ ഒരു ചിന്ത അവർക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവരന്ന് സന്തോഷപൂർവ്വം നല്ല വില കിട്ടിയപ്പം ഭൂമി ജൂതന്മാർക്ക് വിറ്റുകളയാം എന്ന് വിചാരിച്ച് ഇസ്രായേൽ പ്രദേശത്ത് അവരുടെ കൈവശമുണ്ടായിരുന്ന ഭൂമി ഇവർക്ക് വിൽക്കാനിടയായത്. ഇസ്ലാമിക് ബ്രദർഹുഡ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം 1928 ഈജിപ്തിൽ രൂപം കൊണ്ടിട്ടാണ് ലോകത്തിൽ നിന്ന് ജൂതന്മാരെ ഉന്മൂലനം ചെയ്യണം എന്ന ഒരു ആശയം മുൻപോട്ട് വെച്ചത്. സകല തിന്മകളുടെയും അടിസ്ഥാനം ജൂതന്മാരാണ്. അത് രാഷ്ട്രീയമായ തിന്മകളായിക്കൊള്ളട്ടെ, മറ്റ് മതപരമായ തിന്മകളായിക്കൊള്ളട്ടെ, ലോകത്തിൽ എന്തൊക്കെ തിന്മയുണ്ടോ ആ തിന്മയുടെ ഒറിജിൻ ജ്യൂസ് ആണ് എന്നൊരു പഠനമാണ് ഈ മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം മുൻപോട്ട് വെച്ചിട്ടുള്ളത്. ഇത് ഈജിപ്തിലാണ് ഫോം ചെയ്തത്. ഹജ്ജ് അമീൻ അൽ ഹുസൈനി എന്ന് പറയുന്ന ഗ്രാൻഡ് മുഫ്തി ഓഫ് ജെറൂസലേം ഡ്യൂറിംഗ് ദ മാൻഡേറ്ററി പാലസ്റ്റൈൻ ആണ് ശരിക്കും ഇതിന്റെ വലിയ വക്താവായിട്ട് ഉയർന്നു വന്നിട്ടുള്ളത്. മാൻഡേറ്ററി പാലസ്റ്റൈൻ എന്ന് പറയുന്നത് ഇസ്രായേല് സ്വതന്ത്രമാകുന്നതിന് മുൻപ് പാലസ്തീന പ്രദേശം പൂർണ്ണമായും ബ്രിട്ടന്റെ കയ്യിലായിരുന്നു. ഒന്നാം ലോകമായ യുദ്ധത്തിന് ശേഷം ബ്രിട്ടന്റെ കൈവശമായിരുന്നു ഈ ഭൂപ്രദേശം. അങ്ങനെ ഈ ഭൂപ്രദേശം ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ ഈ പാലസ്റ്റീനെ വിളിച്ചിരുന്ന പേര് മാൻഡേറ്ററി പാലസ്റ്റൈൻ എന്നായിരുന്നു. ആ മാൻഡേറ്ററി പാലസ്റ്റൈനിൽ അവിടെ ജൂതന്മാരും അറബികളും ഇടകലർന്ന് ജീവിച്ചിരുന്നു. കാരണം അവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന അറബികളാണ്. അറബികളുടെ നിന്ന് 19-ാം നൂറ്റാണ്ട് മുതൽ യൂറോപ്പിൽ നിന്നും മറ്റ് അറബ് രാജ്യങ്ങളിൽ നിന്നും ഒക്കെ കുടിയേറി അവിടേക്ക് എത്തിയ സയനിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഭാഗമായി കുടിയേറി അവിടേക്ക് എത്തിയ ജൂതന്മാര് വില കൊടുത്ത് സ്ഥലം വാങ്ങി ധാരാളം ജൂതന്മാരും ആ പ്രദേശത്തെത്തിയിരുന്നു. അപ്പൊ ഇവര് ഇടകലർന്ന് ജീവിക്കുന്ന ഈ സ്ഥലത്ത് ഗ്രാൻഡ് മുഫ്തി ഓഫ് ജെറൂസലേം ഹജ്ജ് അമീൻ അൽ ഹുസൈനി എന്ന് പറയുന്ന ആളാണ് ഈ മുസ്ലിം ബ്രദർഹുഡിന്റെ വലിയ പ്രചാരകനായിട്ട് ഉയർന്നു വന്നത്. അതിനെ തുടർന്ന് 1936 മുസ്ലിങ്ങൾ അറബ്സ് ജൂതന്മാരെ ആക്രമിക്കുകയും അത് ജൂതന്മാരുടെ ഇടയിൽ വലിയ ഒരു കെട്ടുറപ്പിന് കാരണമാവുകയും ചെയ്തു. അവരും കൂട്ടം കൂടി ഈ അറബികളെ തിരിച്ചാക്രമിക്കാൻ തുടങ്ങി. ഇങ്ങനെ അറബികളും ജൂതന്മാരും തമ്മിലുള്ള ആക്രമണം വർഷങ്ങളോട് നീണ്ടുന്ന പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബ്രിട്ടൻ അതിനെയൊക്കെ അടിച്ചമർത്തിയിട്ടുണ്ട്. അങ്ങനെ അവിടെ UN ഇടപെടുന്നു. അങ്ങനെ UN ഇടപെടാനുണ്ടായ കാരണം വാസ്തവത്തിൽ ഈ അറബികള്
ഇസ്രായേൽക്കാർ ആക്രമിച്ചതാണ്. അങ്ങനെയാണ് ഈ ഇസ്രായേൽ രാജ്യം എന്ന് പറയുന്ന സാധനം രൂപപ്പെട്ടു വരുന്നത്. അപ്പം അറബികൾ ആക്രമിക്കുകയും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തല്ല് ശമിപ്പിക്കാൻ വേണ്ടി അവസാനം UN ഇടപെട്ട് ഈ പാലസ്തീന പ്രദേശം രണ്ടായി വിഭജിച്ച് 1948 ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം രൂപപ്പെടുകയും ചെയ്തു. ഈ ഇദ്ദേഹത്തിന്റെ ഹാജി അമീൻ അൽ ഹുസൈനിയുടെ ജൂതവിരുദ്ധത എന്ന് പറയുന്നത്, അദ്ദേഹം ഹിറ്റ്ലറുമായി പങ്കുചേർന്ന് ജൂതന്മാരെ ചെറുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹം നാസിയുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഹിറ്റ്ലറിനെ 1941 ജർമ്മനിയിൽ പോയി ഹിറ്റ്ലറെ കണ്ടിട്ടുണ്ട്. ആ കൂടിക്കാഴ്ചയുടെ ഭാഗമായി യുഗോസ്ലാവിയയിൽ നാസികളോടൊന്നിച്ച് യുദ്ധം ചെയ്യുവാൻ ഈ ഇദ്ദേഹത്തിന്റെ ബ്രദർഹുഡിന്റെ ആളുകൾ കൂടി ചേർന്നിട്ടുണ്ട്. ഇതൊക്കെ ചരിത്രത്തിന്റെ ഭാഗമാണ്. ഇവിടെ വന്ന് ഈ പോസ്റ്റിന്റെ അടിയിൽ വന്നിട്ട് ക്രിസ്ത്യാനികളും ആണ് ജൂതന്മാരെ ആക്രമിച്ചതെന്നൊക്കെ പറയുന്ന ആളുകൾ നന്നായിട്ട് ഒന്ന് കേൾക്കുന്നത് നല്ലതാണ്. നാസികളുടെ കൂടെ ചേർന്നുകൊണ്ട് ജൂതന്മാരെ ആക്രമിച്ചത് മുസ്ലിം ബ്രദർഹുഡ് അഥവാ ഇസ്ലാമിക് ബ്രദർഹുഡ് എന്ന് പറയുന്ന ആ പ്രസ്ഥാനത്തിന്റെ പോരാളികളാണ്. ഇതേ സമയത്ത് തന്നെ ജോസഫ് സ്റ്റാലിൻ അദ്ദേഹത്തിന്റെ പിടി റഷ്യയിൽ ഉറപ്പിക്കുവാൻ വേണ്ടിയും ആന്റി സെമിറ്റിസം വലിയ ഒരു ആയുധമാക്കിയിരുന്നു. ജൂതനെതിരെയുള്ള അദ്ദേഹത്തിന്റെ പ്രചരണവും അദ്ദേഹം കടുകട്ടിയാക്കിയിരുന്നു. ഇവരുടെ ആദ്യത്തെ ഫോമായ ബോൾഷെവിക് പാർട്ടി 1910 മുതൽ ഇങ്ങോട്ട് വരുന്ന ബോൾഷെവിക് പാർട്ടിയും അവരുടെ പ്രചാരണത്തിന്റെ വലിയൊരു ഭാഗമായിട്ട് ആന്റി സെമിറ്റിസം അഥവാ ജൂതന്മാരെ ഉന്മൂലനം ചെയ്യുക എന്നൊരു ഒരു ടാർഗറ്റായി വന്നിരുന്നു. അപ്പൊ ഈ ഭൂമിയിൽ ജൂതന്മാരെ ഉന്മൂലനം ചെയ്യണം എന്ന് വിചാരിച്ചിരുന്ന ആളുകളാലൊക്കെയാണ് നാസികൾ, ഇസ്ലാമിക് ഫണ്ടമെന്റലിസ്റ്റുകൾ. സാധാരണ മുസ്ലിങ്ങൾക്ക് ഇതിനകത്ത് യാതൊരു കാര്യമില്ല. ഇസ്ലാമിക് ഫണ്ടമെന്റലിസ്റ്റുകൾ ആൻഡ് കമ്മ്യൂണിസ്റ്റുകൾ, ഇപ്പോഴും അവർ തന്നെയാണ് ഈ കമ്മ്യൂണിസ്റ്റുകൾ. ഇവരൊന്നു ചേർന്നാണ് ഈ ലോകത്ത് നിന്ന് ജൂതന്മാരെ ഉന്മൂലനം ചെയ്യണം എന്ന ഒരു ധാരണയിലെത്തുന്നത്. ഈ ഹജ് അമീൻ അൽ ഹുസൈനിനെ ഈ അലൈസ്, ബ്രിട്ടന്റെ നേതൃത്വത്തിലുള്ള അലൈസ് പിടികൂടുന്നുണ്ട്. പക്ഷെ അദ്ദേഹം പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട് കെയ്റോയിലേക്ക് പോവുകയും പിന്നീട് ഇവിടെ ഉണ്ടായിട്ടുള്ള അൽ ഖ്വയ്ദ, ISIS, ഹെസ്ബുള്ള, ഹമാസ്, ഹൂതി ആൻഡ് ദ റിലീജിയസ് ഹെഡ് ഓഫ് ഇറാൻ, ഇത്രയും സാധനങ്ങളുടെ ഒക്കെ പിതാവ് എന്ന് പറയുന്നത് ഈ ഇസ്ലാമിക് ബ്രദർഹുഡ് അഥവാ മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറയുന്ന ഈ സംഘടനയാണ്. അപ്പൊ അൽ ഖ്വയ്ദയും ISISഉം ഹെസ്ബുള്ളയും ഹമാസും ഹൂത്തികളും ഇപ്പോഴത്തെ നമ്മുടെ ഖമനേയുടെ റജീമും, ഇറാനിലെ ജനതയല്ല, ഈ മുല്ലമാരുടെ നേതൃത്വത്തിലുള്ള ഈ റജീമും ഈ ജ്യൂസിനെ ഉന്മൂലനം ചെയ്യണം എന്നുള്ള ആശയത്തിലേക്ക് എത്തിയത് ഈ മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറയുന്ന പാരന്റ് സംഘടനയിൽ നിന്നാണ്. അതിനുശേഷം വാസ്തവത്തിൽ ഇസ്രായേൽക്കാരുടെ കഥ പറയുകയാണെങ്കിൽ അവരെ ഈ കനാൻ ദേശത്ത് താമസമാക്കുന്നു. ആ പ്രദേശം ദാവീദിന്റെ കീഴിൽ രാജ്യം ഫോം ചെയ്യുന്നു. പിന്നീട് ദാവീദിന്റെ മകൻ സോളമൻ വരുന്നു. 750 അസീറിയൻസ് ഈ ഇസ്രായേലിന്റെ വടക്കേ ഭാഗം കീഴടക്കി അത് അവരുടെ കീഴിലാക്കുന്നു. 86 ബാബിലോൺ പ്രവാസം എന്ന് പറയുന്ന നെബൂഖദ്നേസർ, അവരെ ബാബിലോണിയക്കാരനായ നെബൂഖദ്നേസർ തെക്കൻ ഭാഗവും കീഴടക്കി, യൂദയ എന്ന് പറയുന്ന പ്രദേശവും കീഴടക്കി ഇസ്രായേൽക്കാരെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോകുന്ന കഥയൊക്കെ നമുക്കറിയാം. അതിനുശേഷം ഒരിക്കലും അവിടെ ഭരണമുറപ്പിക്കാൻ ജൂതന്മാർക്ക് പിന്നീട് കഴിഞ്ഞിട്ടില്ല. പിന്നീട് സൈറസിന്റെ കാലത്ത് അവർക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. ഒരു 1000 BC 535 കൂടിയൊക്കെ അവർക്ക് തിരിച്ച് പ്രദേശത്തേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിലും വടക്കൻ ഭാഗത്തുള്ള 10 ഗോത്രങ്ങൾ പൂർണ്ണമായും ചിതറിക്കപ്പെട്ടു പോയി. ഈ 2 ഗോത്രങ്ങൾ, യൂദയ പ്രദേശത്തിനായ 2 ഗോത്രങ്ങൾ മാത്രമാണ് പിന്നീട് തിരികെ എത്തിയിട്ടുള്ളത്. അവരവിടെ തുടരുന്നു. പക്ഷേ പിന്നീട് റോമൻസിന്റെ ഭരണം വരുന്ന കാലത്ത് AD 72 ക്രിസ്തുവിന് ശേഷം AD 72 അവരുടെ പുതുക്കപ്പെടുന്ന ദേവാലയം പൂർണ്ണമായും നശിപ്പിക്കപ്പെടുന്നു. ഇസ്രായേൽക്കാർ ചിതറിക്കപ്പെടുന്നു. AD 131 റോമൻ എംപയർ ഒരു ശാസനം മൂലം പാലസ്തീന പ്രദേശത്ത് ഒറ്റ ജൂതനും വസിക്കരുത് എന്നുള്ള ഒരു ശാസനം കൊണ്ടുവരുന്നു. ജൂതന്മാർ ലോകം മുഴുവൻ ചിതറിക്കപ്പെടുന്നു. അന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ചിതറിക്കപ്പെട്ട ഓരോ ജൂതന്റെയും ഭവനത്തിൽ എല്ലാ ദിവസവും പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനകളുടെ കൂട്ടത്തിലുള്ളത് ഞങ്ങൾക്ക് ജെറുസലേമിലേക്ക് തിരിച്ചു പോകാൻ അവസരം ഉണ്ടാവണമേ എന്നുള്ളതാണ്. ഇസ്രായേൽ എന്നുള്ള ഞങ്ങളുടെ പഴയ കാനാൻ ദേശം ഞങ്ങൾക്ക് തിരിച്ചു തരണമേ എന്നുള്ളത് ഓരോ ദിവസവും ഓരോ യഹൂദിന്റെയും വീട്ടിൽ ഓരോരുത്തരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് 1800കളുടെ തുടക്കത്തിൽ സയനിസ്റ്റ് പ്രസ്ഥാനം ഫോം ചെയ്യുകയും 1903 ആ പ്രസ്ഥാനം അതിശക്തമാവുകയും അവരുടെ ഭരണഘടന ഉണ്ടാവുകയും അങ്ങനെ യൂറോപ്പിൽ നിന്നും അറബ് രാജ്യങ്ങളിൽ നിന്നും അവിടെയൊക്കെ ചിതറി ജീവിച്ചിരുന്ന ജൂതന്മാര് കൂട്ടത്തോടെ, ഇവരൊക്കെ സമ്പന്നരായിരുന്നു, കൂട്ടത്തോടെ ഈ പറയുന്ന പാലസ്തീന പ്രദേശത്തേക്ക് വരികയും അവിടെ സ്ഥലം വില കൊടുത്ത് വാങ്ങുകയും അവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആവുകയും ചെയ്തത് അങ്ങനെയാണ്. പിന്നീട് നമ്മൾ 1948 ഈ രാജ്യം ഫോം ചെയ്യാനിടയായ സാഹചര്യത്തെക്കുറിച്ച് പറഞ്ഞു. അത് 1936 അറബികൾ ഇസ്രായേൽ ജൂസിനെതിരെ അഴിച്ചുവിട്ട ആക്രമണം പിന്നീട് UN ഇടപെടലിലെത്തുകയും അങ്ങനെ ഈ പ്രദേശം വിഭജിച്ച് ഇസ്രായേൽ രാജ്യം ഉണ്ടാവുകയും ചെയ്തതാണ്. അതിനുശേഷം 1948 അറബ് രാജ്യങ്ങൾ ഈജിപ്തിന്റെ നേതൃത്വത്തിൽ ഇസ്രായേലിനെ ആക്രമിക്കുന്നു.
1956 സൂയസ് പ്രശ്നമുണ്ടാകുന്നു. വീണ്ടും ഈജിപ്തും ഇസ്രായേലും നേർക്ക് വരുന്നു. 1967 വീണ്ടും ഈജിപ്തിന്റെ നേതൃത്വത്തിൽ ഇസ്രായേലിനെ ആക്രമിക്കുന്നു. അതിൽ അറബികൾ സമ്പൂർണ്ണ പരാജയമടയുന്നു. ഈജിപ്തിന് സീനായ് മരുഭൂമി നഷ്ടപ്പെടുന്നു. ഗോലാൻ കുന്നുകൾ സിറിയയ്ക്ക് നഷ്ടപ്പെടുന്നു. ജോർദാന്റെ കയ്യിൽ നിന്ന് ഇസ്രായേൽ ഭാഗം പിടിച്ചെടുത്തിരുന്നതൊക്കെ തിരിച്ചു പിടിച്ചെടുക്കുന്നു. അങ്ങനെ 67 സമ്പൂർണ്ണ വിജയമുള്ള യുദ്ധം സംഭവിക്കുന്നു. അതിനുശേഷം 1973 ഈജിപ്ത് ഒരു അവസാന ശ്രമം നടത്തുന്നു. യോം കിപ്പോർ വാർ എന്ന് പറയുന്ന ഒരു യുദ്ധം. ഈ സിനായ് മരുഭൂമി തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടിയാണ് ആ യുദ്ധം നടത്തിയത്. അതിൽ ഈജിപ്തും സിറിയയുമാണ് പ്രധാനമായിട്ടും ആ യുദ്ധത്തിൽ നേരിട്ട് ഏർപ്പെട്ടതെങ്കിലും മുഴുവൻ ഇസ്ലാമിക രാജ്യങ്ങളും അവരുടെ പിന്നിലുണ്ടായിരുന്നു. അവർക്ക് അതിലും ഇസ്രായേലിന് ഒരു തരത്തിലും പരിക്കേൽപ്പിക്കാനായില്ല. ഇസ്രായേൽ ആ യുദ്ധത്തിൽ പിടിച്ചു നിന്നത് മാത്രമല്ല, ഇസ്രായേലിന് അതിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുകയും ചെയ്തു. പക്ഷേ 1967 ഉണ്ടാക്കിയതുപോലെ ഒരു ഫുൾ പ്രൂഫ് വിക്ടറി അതിനകത്ത് നേടാൻ വാസ്തവത്തിൽ ഇസ്രായേലിന് കഴിഞ്ഞില്ല. അപ്പൊ ഇസ്രായേൽ അത് പുനർചിന്തിക്കാൻ തുടങ്ങി. ഇനിയും ഇങ്ങനെ യുദ്ധങ്ങളും വഴക്കുകളായിട്ട് പോകുന്നതുകൊണ്ട് കാര്യമില്ല, ഇത് സമാധാനത്തിലേക്ക് പോകണം. അങ്ങനെ ആണ് പീസ് ഫോർ ലാൻഡ് എന്ന് പറയുന്ന ഒരു കരാറിന്റെ ഭാഗമായി സീനായ് മരുഭൂമി ഈജിപ്തിന്റേതായിട്ടുള്ള പ്രദേശം ഈജിപ്തിന് തിരിച്ചു കൊടുക്കുകയും അതിന്റെ ഭാഗമായി എല്ലാ കാലത്തും ഇസ്രായേലിനെ എതിർക്കുവാൻ നേതൃത്വം നൽകിയിരുന്ന ഈജിപ്ത് ഇസ്രായേലിനെ അംഗീകരിക്കുകയും ചെയ്തു. അങ്ങനെ അറബ് രാജ്യങ്ങളുടെ ഇടയിൽ നിന്ന് ആദ്യമായി ഇസ്രായേലിനെ അംഗീകരിച്ച രാജ്യമായി ഈജിപ്ത് മാറി. അവർ തമ്മിൽ സമാധാനത്തിൽ കഴിയാനുള്ള കരാർ ഏർപ്പെട്ടു. അതിനുശേഷം ഈജിപ്തും ഇസ്രായേലും തമ്മിൽ ഒരു പ്രശ്നവും ഇതുവരെ ഉണ്ടായിട്ടില്ല. അവിടെ വന്ന തീവ്രവാദി പ്രസ്ഥാനങ്ങൾ ആക്രമിച്ചിട്ടില്ല എന്നല്ല, രാജ്യം ഇസ്രായേലിനെ ആക്രമിക്കാനിടയായിട്ടില്ല. പിന്നീട് ജോർദാനും ഇസ്രായേലിനെ അംഗീകരിക്കുന്നുണ്ട്. സിറിയയും ലബനോണുമാണ് അംഗീകരിക്കാവുന്ന രാജ്യങ്ങൾ. അവിടെയാണ് ഇപ്പോൾ പുതിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. വാസ്തവത്തിൽ ഈ 1973 യോം കിപ്പോർ വാറിന് ശേഷം ഒരു പാലസ്തീൻ രാജ്യം രൂപപ്പെടാനുള്ള എല്ലാ സാഹചര്യവും ഒത്തുവന്നിരുന്നു. കാരണം അതുവരെ പാലസ്തീൻ രാജ്യം രൂപപ്പെടുന്നതിനെ എതിർത്തിരുന്നത് അറബികളാണ്. കാരണം അറബികളെ സംബന്ധിച്ച് അങ്ങനെ ഒരു രാജ്യമില്ല, ഇസ്രായേൽ പ്രദേശം മൊത്തം ഞങ്ങളുടേതാണ്, അതുകൊണ്ട് ഈ ഇസ്രായേൽ പ്രദേശം മൊത്തം ജൂതന്മാർ ഒഴിഞ്ഞു പോയിട്ട് ആ പ്രദേശം ഞങ്ങൾക്ക് തരണം, അത് കഴിഞ്ഞ് അതിന്റെ ഭാവി എന്താണെന്ന് ഞങ്ങൾ തീരുമാനിക്കാം. വാസ്തവത്തിൽ അവർ ഉദ്ദേശിച്ചിരുന്നത് അതിന്റെ ഒരു ഭാഗം സിറിയയോട്, ഒരു ഭാഗം ലെബനോനോട്, ഒരു ഭാഗം ജോർദാനോട്, ഒരു ഭാഗം ഈജിപ്തിനോട് അങ്ങനെ ചേർത്ത് ഇവർക്ക് വീതം വെച്ചെടുക്കണം എന്നുള്ളതായിരുന്നു അവരുടെ സ്വപ്നം. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ഈ പാലസ്തീൻ ഫോർമേഷനെ ഒരു കാലത്തും സപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷെ പിന്നീട് ഇത് ഒരു തരത്തിലും നടക്കുകയില്ല എന്ന് വന്നപ്പോൾ ഈ 1973 ഈ യുദ്ധത്തിന് ശേഷം അറബ് രാജ്യങ്ങൾ ഒരു പാലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്നുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തുകയുണ്ടായി. അപ്പൊ അതിന് തൊട്ട് മുമ്പാണ് 1964 PLO എന്ന് പറയുന്ന പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം രൂപപ്പെടുകയും 1969 യാസർ അറാഫത്ത് എന്ന് പറയുന്ന ഒരു കൊടും ഭീകരൻ അതിന്റെ തലപ്പത്ത് വരികയും അത് PLA പാലസ്തീൻ ലിബറേഷൻ ആർമിയായി മാറുകയും ചെയ്തത്. അവർ 1972 മ്യൂണിച്ചിൽ ഒളിമ്പിക്സിൽ പങ്കെടുത്തിരുന്ന ഇസ്രായേലിന്റെ 12 ഒളിമ്പിയന്മാരെ തട്ടിയെടുത്തുകൊണ്ടുപോയി കൊന്നുകളഞ്ഞതോടെ ലോകത്തിൽ ഭീകര പ്രസ്ഥാനം ആരംഭിച്ചു. സാധാരണ മനുഷ്യരെ പൊളിറ്റിക്കൽ ആവശ്യങ്ങൾക്ക് വേണ്ടി കൊല്ലാം എന്നുള്ള ഒരു തിയറി ഈ ഭൂമിയിൽ വാസ്തവത്തിൽ അവതരിപ്പിച്ചത് യാസർ അറാഫത്താണ്. വെറും ഇതിനകത്തുനിന്ന് ഒരു പങ്കുമില്ലാത്ത വെറും മനുഷ്യരെ. അതിനുശേഷം നിരവധി ഭീകരാക്രമണങ്ങൾ നടന്നു. 1966 എൻഡബേ റെയ്ഡ് നമുക്കറിയാം. അങ്ങനെ നിരവധിയായിട്ടുള്ള ആക്രമണങ്ങളിലൂടെ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു പാലസ്തീനെ വെച്ചു വാഴിച്ചാൽ അത് തങ്ങൾക്ക് ഗുണകരമാവുമോ എന്ന കഠിനമായ ഒരു ചിന്ത വന്നു. ഇന്നത്തെ അത്ര ശക്തിയുള്ള ഇസ്രായേൽ ഒന്നും അല്ലത്, അതൊരു സാധാരണ ഇസ്രായേലാണ്. അവരെ കൊണ്ട് അത് പക്ഷേ സാധിച്ചെടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമൊന്നും ആയിരുന്നില്ല. അവർ ചെറുത്തു നിന്നു. യാസർ അറാഫത്തിന്റെ നേതൃത്വത്തിൽ ഒരു ഭാഗം ഇവരോട് യുദ്ധം ചെയ്തു നിന്നു. തിരിച്ച് ഇസ്രായേലും യുദ്ധം ചെയ്തു നിന്നു. ആദ്യം ജോർദാനിൽ നിന്നാണ് ഈ യാസർ അറാഫത്ത് ഓപ്പറേറ്റ് ചെയ്തത്. പക്ഷെ അത് ജോർദാനിന് ക്ഷീണമാവും എന്ന് കണ്ടപ്പോൾ ജോർദാൻ അവിടെ നിന്ന് അവരെ ചവിട്ടി പുറത്താക്കി. അങ്ങനെ ഇവർ ലെബനോണിലെത്തി. ലെബനോണിൽ നിന്നായി പിന്നെ ഇസ്രായേലിനെതിരെയുള്ള ആക്രമണം. അത് വാസ്തവത്തിൽ ലെബനോണിലെ ഒരു സിവിൽ വാറിൽ ഈ PLO അവിടെ ചെന്ന് അന്തഛിദ്രമുണ്ടാക്കി അവിടുത്തെ ആളുകളെ തമ്മിൽ തെറ്റിച്ച് ലെബനോണിൽ വലിയൊരു സിവിൽ വാർ ഉണ്ടാക്കുന്നതിന് അത് ഉപകരിച്ചുള്ളൂ. ഇസ്രായേലിനെ ഒന്നും ചെയ്യുന്നതിൽ അവർ വിജയിച്ചില്ല. പക്ഷെ അത് മുൻപോട്ട് പോകുമ്പോഴും 1990 അവസാനം ആക്രമണത്തിന്റെ മാർഗം യാസർ അറാഫത്ത് ഉപേക്ഷിക്കുകയും അദ്ദേഹം ജനാധിപത്യത്തിന്റെ മാർഗത്തിലേക്ക് വരികയും അങ്ങനെ 90കളിൽ ഓസ്ലോ അക്കോർഡ്സ് എന്ന് പറയുന്ന സാധനം രൂപപ്പെടുകയും ചെയ്തു. അപ്പൊ വീണ്ടും പാലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കപ്പെടാനുള്ള സാഹചര്യം ഒരുങ്ങി വന്നു ഓസ്ലോ അക്കോർഡ്സിന്റെ ഭാഗമായി. പക്ഷെ 1979 ഇറാനിൽ ഷാ എക്സ്പെൽ ചെയ്യപ്പെടുകയും ഈ മൊല്ലാമാരുടെ നേതൃത്വത്തിലുള്ള ആയത്തുള്ളമാരുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം നിലവിൽ വരികയും ചെയ്തു. വാസ്തവത്തിൽ അവിടെ ഒരു തീവ്രവാദത്തിന്റെ വേരുമുളയ്ക്കുകയായിരുന്നു. ഈ നേരത്തെ പറഞ്ഞ ഇസ്ലാമിക് ബ്രദർഹുഡ് എന്ന് പറയുന്നതിന്റെ ആശയം അതുപോലെ പേറുന്ന ഒരു ഭരണകൂടം അവിടെ രൂപപ്പെട്ടു വന്നു. അത് ഇറാഖുമായിട്ടുള്ള യുദ്ധമൊക്കെ ശക്തമായി തുടരുന്നതിനിടയിൽ അവർക്ക് ഇസ്രായേലിന് നേരെ തിരിയാൻ സമയം കിട്ടാഞ്ഞതുകൊണ്ടാണ്. അല്ലെങ്കിൽ അന്നേരം മുതലേ അവർ ഇസ്രായേലിന്റെ പണി നേനെ. പക്ഷെ 1982 തന്നെ ഇസ്രായേലിനെ ആക്രമിക്കുവാൻ വേണ്ടി അവർ ഹെസ്ബുള്ള എന്നുള്ള പ്രസ്ഥാനത്തിന് അടിവേരിട്ടിരുന്നു. അവർ അതിന് വേറിട്ട് കൊടുക്കുകയും അതിനെ ഫണ്ട് ചെയ്യുകയും വളർത്തുകയും ചെയ്തുകൊണ്ടിരുന്നു. അതിന്റെ അടിസ്ഥാന ലക്ഷ്യം ഇസ്രായേലിനെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ്.
ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ 1979 ശേഷമുള്ള അവരുടെ പ്രഖ്യാപിത ലക്ഷ്യമായി പറഞ്ഞിരുന്നത്, ആദ്യത്തെ ലക്ഷ്യമായി പറഞ്ഞിരുന്നത് ഇസ്രായേലിനെ ഭൂമുഖത്ത് നിന്ന് ഇല്ലാതാക്കുക എന്നുള്ളതാണ്. മുല്ല നേതൃത്വം അത് സത്യപ്രതിജ്ഞ ചെയ്ത് ഏറ്റെടുത്തിട്ടുള്ള അവരുടെ ഭൂമിയിലെ ഉത്തരവാദിത്തമാണ്. പിന്നീട് 2006 ഈ ഇറാൻ സപ്പോർട്ട് ചെയ്ത് ഹമാസ് ഗാസ പ്രദേശത്ത് അധികാരം പിടിച്ചെടുക്കുന്നു. 2014 ഹൂത്തികൾ യമൻ പിടിച്ചടക്കുന്നു. അതില് ഈ പറയുന്ന മൊല്ല ഭരണകൂടം ഇടപെടുകയും അവരെ ഫൈനാൻസ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ ഇസ്രായേലിന്റെ ചുറ്റും ഇറാന്റെ കൈകൾ വന്ന് ഉറയ്ക്കുന്നു. അപ്പോഴും ഇസ്രായേലിന് ഭയമാണ്, ഇവർ നമ്മളെ ആക്രമിക്കുമോ, എന്തെങ്കിലും ചെയ്യുമോ, തിരിച്ചടിക്കാനുള്ള ഒരു ധൈര്യം, തിരിച്ചടിച്ചാൽ എന്താവും എന്നുള്ള ഭീതിയിൽ നിൽക്കുന്നു. പലസ്തീന രാജ്യം രൂപീകരിക്കപ്പെടാനുള്ള സാധ്യതകൾ അപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പക്ഷെ പലസ്തീന രാജ്യം രൂപീകരിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന കൈകൾ പലസ്തീനയിലൂടെ തങ്ങളെ ആക്രമിക്കുമോ എന്നൊരു ഭയത്തിൽ ഇസ്രായേൽ നിൽക്കുന്നു. നെതന്യാഹുവിന്റെ ഭരണകൂടം വളരെ വീക്കായിരുന്നു ആ സമയത്ത്, ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭയാണ്. അപ്പൊ ഇതിന്റെ ഒരു ഇൻസ്റ്റെബിലിറ്റിയും ഇസ്രായേലിൽ തന്നെയുള്ള കഠിനമായ അഭിപ്രായ വ്യത്യാസങ്ങൾ, ഈ ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിലുള്ള കഠിനമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒക്കെ മുതലെടുത്തുകൊണ്ടാണ് 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിലേക്ക് ഇരച്ചു കയറുകയും ആക്രമണം നടത്തുകയും ചെയ്യുന്നത്. ഇസ്രായേലിന് പ്രതികരിക്കാതിരിക്കാൻ നിവൃത്തിയില്ലാത്തൊരു സാഹചര്യം അവർ ക്രിയേറ്റ് ചെയ്യുകയുണ്ടായിരുന്നു. പക്ഷെ ഇസ്രായേൽ അങ്ങോട്ടൊന്നും ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന സമയമല്ലാതെ ആ സമയത്ത് ഇസ്രായേൽ കയറി ആക്രമണം കാണിച്ച് ഉറങ്ങിക്കിടന്ന സിംഹത്തെ ഉണർത്തിയതുപോലെ പ്രവർത്തിച്ചത് ഹമാസ് ആണ്. ഇസ്രായേലിന് തിരിച്ചടിക്കാൻ നിവൃത്തിയില്ലാത്ത സാഹചര്യം വന്നുപോയി. വാസ്തവത്തിലൂടെ നെതന്യാഹുവിന്റെ വലിയ ഫെയിലിയർ ഉണ്ട്. ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു, ആക്രമണം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ഭരണകൂടത്തെ എങ്ങനെ നിലനിർത്തും എന്നുള്ള വേവലാതിയിൽ ഇതിനെതിരെ കഠിനമായ നടപടികൾ എടുത്താൽ തന്റെ ഭരണത്തിന് പ്രശ്നമാകുമെന്ന് പേടിച്ചിട്ട് അദ്ദേഹം നടപടികൾ എടുക്കാതെ തണുപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോയതാണ്. ആ സമയത്ത് ഉറങ്ങിക്കിടന്ന സിംഹത്തെ ഉണർത്തുന്നത് പോലെ ഒക്ടോബർ 7 2023 ഹമാസ് അവിടേക്ക് ഇടിച്ചു കയറുകയാണ്. ബാക്കി എന്താ സംഭവിച്ചത് നമ്മൾ കണ്ട കാര്യമാണ്. ഇസ്രായേൽ തിരിച്ചടിക്കാൻ നിവൃത്തിയില്ലാതെ വന്നു. അങ്ങനെ ഇസ്രായേൽ ഗാസയിൽ കയറി വൻ തിരിച്ചടി നടത്തി. പക്ഷെ ആ സമയത്തൊന്നും നെതന്യാഹുവിന്റെ ജനപ്രീതി ഉയർന്നില്ല. കാരണം ഇസ്രായേലിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ ആളുകളെ തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചില്ല എന്നുള്ള വലിയ ഒരു കുറ്റം അദ്ദേഹത്തിന് മുകളിൽ ചാർത്തപ്പെട്ടിരിക്കുകയാണ്. കാരണം ഈ വെസ്റ്റേൺ രാജ്യങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഒരു രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ, ഒരു രാജ്യത്തിലെ ഭരണകൂടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ പൗരന്റെ ജീവനും സ്വത്തും സംരക്ഷിക്കലാണ് എന്നുള്ളത് അവരുടെ ജനാധിപത്യ ബോധ്യത്തിന്റെ ഭാഗമാണ്. നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ നിയമമൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ യാതൊരു ബോധ്യവും ഒരു ഭരണകൂടത്തിനുമില്ല. ഇവിടെ പന്നിയോ പട്ടിയോ ആനയോ ഒക്കെ കയറി പൗരന്മാരെ ചവിട്ടിക്കൊന്നായിരുന്നു ആരും ചോദിക്കാനില്ല. പക്ഷെ ഒരു വെസ്റ്റേൺ ഭരണകൂടത്തിൽ അങ്ങനെയല്ല. അവിടെ ഒരു പൗരന് വരുന്ന കേട് എന്ന് പറഞ്ഞാൽ അതിന്റെ ഭരണകൂടം അതിന് ഡയറക്ട്ലി റെസ്പോൺസിബിൾ ആണ്. ഇസ്രായേൽ നഷ്ടപ്പെട്ട ഓരോ പൗരനും നെതന്യാഹു അക്കൗണ്ടബിൾ ആണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം തല കുനിച്ച് തന്നെ നിന്നത്. അദ്ദേഹം ഗാസയിൽ കാണിച്ച വിക്രിയകളൊന്നും അദ്ദേഹത്തിന്റെ ജനസമ്മതി അശേഷം വർദ്ധിപ്പിച്ചില്ല. പക്ഷേ ഗാസയിൽ ഏകദേശം കാര്യങ്ങൾ കയ്യിൽ ഒതുങ്ങിയപ്പോൾ അദ്ദേഹം ബുദ്ധിപൂർവ്വം ഹിസ്ബുള്ളയ്ക്ക് നേരെ തിരിഞ്ഞു. ഹിസ്ബുള്ളയ്ക്ക് നേരെ അദ്ദേഹം തിരിഞ്ഞപ്പോൾ ആദ്യം വലിയ അടികൾ കൊടുത്തില്ല. കാരണം വലിയ അടി കൊടുത്തു കഴിഞ്ഞാൽ ഇറാൻ ഇങ്ങോട്ട് വന്ന് ആക്രമിക്കുമോ എന്നുള്ള ഭയം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് ഹിസ്ബുള്ളയ്ക്ക് നേരെ അദ്ദേഹം വളരെ മൈൽഡായിട്ട് തുടങ്ങി. കുറേശ്ശെ ആക്രമിക്കുന്നതോടെ സിറിയയിൽ കയറി അവിടെയുള്ള എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾ ഒന്നൊന്നായി തകർത്തുകൊണ്ടിരുന്നു. അങ്ങനെ സിറിയയിലെ എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾ പൂർണ്ണമായും തകർന്നു എന്ന് ഉറപ്പാക്കിയതിനു ശേഷമാണ് ഹിസ്ബുള്ളയ്ക്ക് നേരെ അതിശക്തമായ ഒരു ആക്രമണം ഇസ്രായേൽ അഴിച്ചുവിട്ടത്. കാരണം ഇറാനിൽ നിന്ന് സിറിയയുടെ മുകളിലൂടെ ഇസ്രായേലിനെ ആക്രമിക്കുവാൻ ഇറാൻ ശ്രമിച്ചാൽ അവിടുത്തെ എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾ ഉള്ളതുകൊണ്ട് ഇസ്രായേലിന് അങ്ങോട്ട് പോയി ആക്രമിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാവും. ആ സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി സിറിയയുടെ ആകാശം ഫ്രീ ആക്കി എടുക്കുക എന്നുള്ളതാണ് ഇസ്രായേൽ ഈ ഹിസ്ബുള്ളയെ തകർക്കുന്നതിന്റെ തുടക്ക ഭാഗത്ത് ചെയ്ത പണി. വാസ്തവത്തിൽ ഇറാന് അതിന്റെ ടാക്ടിക്സ് മനസ്സിലായില്ല. അതിനുശേഷം അതിശക്തമായി ഹിസ്ബുള്ളയെ ആക്രമിക്കുകയും ഹിസ്ബുള്ളയെ പൂർണ്ണമായും തകർത്ത് കളയുകയും ചെയ്തു. അപ്പോഴേക്കും സിറിയയിലെ എയർബേസുകളൊക്കെ തകർന്നു. അവിടെ അസാദിന് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി. കാരണം അസാദിനെ സപ്പോർട്ട് ചെയ്തിരുന്നത് ഹിസ്ബുള്ളയാണ്. ഹിസ്ബുള്ള പൂർണ്ണമായും തകർന്നതോടെ അസാദ് ഭരണകൂടം വീണു, സിറിയയിൽ ഭരണം മാറി. അപ്പം ഇവിടെ ഹിസ്ബുള്ള തകർന്നു, സിറിയ തകർന്നു, ഹമാസ് തകർന്നു. അപ്പം ഇറാന്റെ അത്രയും കൈകളുണ്ട്, ഞണ്ടിന്റെ കൈ ഒടിയുന്ന പോലാണ്, ഓരോന്നോരോന്ന് അങ്ങോട്ട് ഒടിഞ്ഞുപോയി. ആ സമയത്താണ് ഹൂതികൾ ഇങ്ങോട്ട് വരുന്നതും അമേരിക്ക അവരെ ആക്രമിച്ച് അവരെ പരുവപ്പെടുന്നതും. അതോടെ ഇറാൻ ഒരു തരത്തിലും തിരിച്ചാക്രമിക്കാൻ ശേഷിയില്ലാതെ വന്ന ഒരു സാഹചര്യത്തിൽ ഇസ്രായേൽ മിസൈൽ ആക്രമണം വഴി ഇറാന്റെ ഉള്ളിലെ എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾ തകർക്കുകയും പിന്നീട് ജൂൺ 12 ഇസ്രായേൽ അവിടെ കയറി അവർക്ക് വേണ്ട രീതിയിൽ ആക്രമിക്കുകയും 3 ദിവസം കൊണ്ട് ഇറാന്റെ ആക്രമണത്തിൽ സർവാധിപത്യം സ്ഥാപിക്കുകയും ചെയ്തു. അങ്ങനെ 12 ഡേ വാർ എന്ന് പറയുന്ന യുദ്ധത്തോടെ ഇറാൻ പൂർണ്ണമായും പത്തിമടക്കുകയും അങ്ങനെ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ശക്തി എന്ന പേര് ഇസ്രായേലിന് വീണ്ടും കിട്ടുകയും ചെയ്തു. വാസ്തവത്തിൽ പതുങ്ങിക്കിടന്ന ഇസ്രായേലിനെ
ഉണർത്തിയെടുത്ത് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ശക്തിയാക്കി മാറ്റിയത് ഇപ്പോൾ അത് ഇറാനാണ്. ഈ പൊരുതാനുള്ള ശേഷി ഇസ്രായേലിന് നൽകിയത് വാസ്തവത്തിൽ ഇസ്ലാമിക് ബ്രദർഹുഡാണ്. ഇസ്ലാമിക് ബ്രദർഹുഡ് ഇസ്രായേലിനെ ആക്രമിച്ച് അവരുടെ പൊരുതാനുള്ള ശേഷി വർദ്ധിപ്പിച്ച് കൊണ്ടുവന്ന് അവസാനം അവരുടെ തലയായിട്ടുള്ള ഇറാനെ അടിച്ച് തകർത്ത് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ശക്തിയായി മാറാൻ ഇസ്രായേലിനെ അനുവദിച്ചു എന്നുള്ളതിൽ വാസ്തവത്തിൽ ഇസ്രായേൽ ഷുഡ് ബി താങ്ക്ഫുൾ ടു ദിസ് അറബ് ടെററിസ്റ്റ് ആൻഡ് ഇറാൻ.